സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് എങ്ങനെയാണ് കെ.ബി. ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? ഈ ചോദ്യത്തിന് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകി. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. ആ മറുപടി, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദായാലും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഞാൻ വാഹനം ഓടിക്കുമെന്ന്. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ്, ചെളിയാണോ? അല്ല, ഇന്ത്യയിലെ പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് ഉണ്ട്. അത് ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്, ഞാൻ ഓടിക്കും. തരികിടയാണല്ലേ? ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യത കേട്ടോ. എനിക്ക് ഗൾഫിലെ ലൈസൻസ് വാലിഡ് ആണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ശരിക്കും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ കഴിയുമോ? സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെ. അതേടാ, ഞാൻ മാത്രമല്ല, ലോകത്തിൽ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. കഴിയില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് നേടിയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റ് ആണ്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.